തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. ചവറ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC ചവറ റീജിയണൽ കമ്മിറ്റി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. UDF ചെയർമാൻ കോലത്ത് വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ തൊഴിലുറപ്പ് എങ്ങനെ കേരളത്തിലുണ്ടായി അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായി എന്നതിനെ കുറിച്ചൊക്കെ എപ്പോഴും ജോഷി പണ്ടാജി വളരെ പ്രാചാരമായി സംസാരിക്കാം. 2005 മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ 2004 മൻമോഹൻ സിംഗിന്റെ അധികാരത്തിൽ വന്നപ്പോൾ 2005 പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന നിയമമാണ് തൊഴിലുറപ്പുകാരുടെ രാജ്യത്തെ സൂക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള കാഴ്ചപ്പാട് പാവപ്പെട്ട പട്ടിണി മാറ്റാത്ത അല്ലെങ്കിൽ പട്ടിണിയിൽ കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ടെന്ന് കണ്ടെത്തലാണ്. സ്വാതന്ത്ര്യം കിട്ടി 58 വർഷം വന്നു കഴിഞ്ഞപ്പോഴും ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാത്ത 10,000 ലക്ഷങ്ങൾ കോടികൾ നമ്മുടെ സംസ്ഥാനത്ത് അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ 1ാം സ്ഥാനത്തെത്താൻ നിൽക്കുന്നു. സാമ്പത്തിക രംഗത്തുള്ള മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു. എല്ലാ രംഗത്തും ഇന്ത്യ മറ്റു രാജ്യങ്ങളോടൊപ്പം കുതിക്കുമ്പോൾ ഈ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിൽ കിടക്കുന്നു എന്ന തിരിച്ചറിവാണ് സോണിയാഗാന്ധിക്ക് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കാനുള്ള ബുദ്ധിയും ധൈര്യവും ഉണ്ടായത്. മൻമോഹൻ സിംഗ് അവർ പറഞ്ഞു, ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇത്രയൊക്കെ മുന്നോട്ട് പോയെങ്കിലും ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരം ആഹാരം കഴിക്കാതെ നിൽക്കുമ്പോൾ അവരുടെ ഭോജനത്തിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇന്ത്യ ആദ്യം ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ച, അവർ പോലും ഇവിടെ വന്നതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിച്ച ഒരു വിപ്ലവകരമായ ഇന്ത്യ കണ്ടിട്ടുള്ളിൽ വെച്ച് ഏറ്റവും വിപ്ലവകരമായ ഒരു പദ്ധതിക്ക് നമ്മുടെ ഭരണാധികാരികൾ തുടക്കം കൊടുത്തു. ഒരു വർഷം 100 ദിവസം തൊഴിൽ കൊടുക്കുക. അന്ന് 200-ൽ താഴെ രൂപ ശമ്പളമായിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് മെച്ചപ്പെട്ട രീതിയിലേക്ക് ശമ്പളത്തിൻ്റെ നിലവാരം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് ഇടുക്കി പോലെ ഈ പദ്ധതി അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അവർ ആഗ്രഹിച്ചതാണ് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ പദ്ധതി തുടരുന്നത് ശരിയല്ല. കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ, മഹാത്മാഗാന്ധി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ, ഇന്ദിരാഗാന്ധിയെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും പേരുകൾ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു പദ്ധതി കൊണ്ടുപോകുന്നത് ശരിയല്ല, അർത്ഥമില്ല എന്നുള്ളതിന് പേര് മാറ്റി ആ പദ്ധതിയെ ആകെ തകിടം മറിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റീജിയണൽ പ്രസിഡന്റ് ജോസ് വിമൽ രാജ് അധ്യക്ഷത വഹിച്ചു. R ജയകുമാർ, ചവറ ഹരീഷ്, സെബാസ്റ്റ്യൻ ആംബ്രോസ്, നിഷ സുനീഷ്, ഷംല നൌഷാദ്, നിസാർ കൊല്ലക, ശിവൻകുട്ടിപ്പിള്ള, കുറ്റിയിൽ നിസാം, ജോസഫ് ജോൺ, റീന ചോല, തെക്കുംഭാഗം യോഹന്നാൻ, രാജേഷ് ഖന്ന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.